അഭ്യൂഹങ്ങൾക്കൊടുവിൽ ബി.ജെ.പിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ഡൽഹിയിലെത്തി ബി.ജെ.പി ദേശീയ പ്രസിഡന്റ് നിതിൻ നബീന് അണ്ണാമലൈ രാജിക്കത്ത് സമർപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി.ജെ.പി ദേശീയ ജനറൽ സെക്രട്ടറി ബി.എൽ സന്തോഷ് എന്നിവരുമായും അണ്ണാമലൈ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. മാന്യമായ രീതിയിൽ പാർട്ടിയുമായുള്ള ബന്ധം ഏർപ്പെടുത്തണമെന്ന നിലപാടിലാണ് അണ്ണാമലൈ രാജിവെച്ച ശേഷം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് സൂചന. രാജിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ദേശീയ നേതൃത്വം രാജ്യസഭാ സീറ്റടക്കം വാഗ്ദാനം ചെയ്തെങ്കിലും അണ്ണാമലൈ അത് നിരസിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അണ്ണാമലൈ ഉടൻ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന ചർച്ചകളും ഇതോടെ കൂടുതൽ സജീവമായി. തമിഴ്നാട് ബി.ജെ.പിയുടെ മുഖമായിരുന്ന അണ്ണാമലൈ പാർട്ടി വിടാൻ കാരണമായത് എന്തെല്ലാം? തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാനുള്ള ബി.ജെ.പിയുടെ ശ്രമം ഇതോടെ അവതാളത്തിലാകുകയാണോ? ആദ്യം കാണാം RDX റാപ്പ്. ഡൽഹിയിലെത്തി ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനെ നേരിൽ കണ്ടാണ് അണ്ണാമലൈ തന്റെ രാജിക്കത്ത് സമർപ്പിച്ചത്. ഇതിനു മുൻപ് ദേശീയ ജനറൽ സെക്രട്ടറി ബി.എൽ സന്തോഷുമായും അണ്ണാമലൈ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരുവരുമായുള്ള കൂടിക്കാഴ്ചയിൽ മാന്യമായ രീതിയിൽ പാർട്ടിയുമായുള്ള ബന്ധം വേർപ്പെടുത്താനുള്ള താൽപര്യവും അദ്ദേഹം അറിയിച്ചതായാണ് സൂചന. രാജ്യസഭാ സീറ്റടക്കം വാഗ്ദാനം ചെയ്ത് അണ്ണാമലൈയെ പാർട്ടിയിൽ നിലനിർത്താനുള്ള ബി.ജെ.പി ശ്രമവും ഇതോടെ പാളി. ബി.ജെ.പി വിട്ട അണ്ണാമലൈ ഉടനെ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. തുടക്കത്തിൽ സന്നദ്ധ സംഘടനയായി ആരംഭിച്ച് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായി മാറാനാണ് സാധ്യത. അണ്ണാമലൈ ആരാധകരുടെ സംഘടനയായ അണ്ണാമലൈ അൻപ് കൂട്ടത്തിലേക്ക് പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അണ്ണാമലൈയുടെ അനുയായികൾ പുതിയ പാർട്ടിയുടെ പേരുകളും പതാകയുടെ ഡിസൈനുകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും ഇന്നലെ വലിയ ചർച്ചയായിരുന്നു. തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മുതൽ അണ്ണാമലൈ ബി.ജെ.പി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു. CBSE ത്രിഭാഷാ നയത്തിൽ കേന്ദ്രത്തെ വിമർശിച്ചുള്ള അണ്ണാമലൈയുടെ പോസ്റ്റും വലിയ ചർച്ചയായിരുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇനി ചില ഡേറ്റകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അണ്ണാമലൈ വന്ന വഴി നോക്കാം. അണ്ണാമലൈ കുപ്പുസ്വാമി 2011 ബാച്ച് കർണാടക കേഡർ IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. സൗത്ത് ബംഗളൂരു DCP സ്ഥാനമടക്കം നിർണായക പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. സർവീസിലിരിക്കുമ്പോൾ അറിയപ്പെട്ടത് സിംഗം അണ്ണാമലൈ എന്ന പേരിലാണ്. 2019 35-ാം വയസ്സിൽ സർവീസിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു. മറ്റൊന്ന്, 2020 അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തുകയാണ് ഉണ്ടായത്. 2021 മുതൽ തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷനായി. ബി.ജെ.പി തമിഴ്നാട് പ്രസിഡന്റാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അണ്ണാമലൈ. 2021 നിയമസഭ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, തോറ്റു. ദ്രാവിഡ പാർട്ടികളോടും അവരുടെ രാഷ്ട്രീയ ശൈലിയോടും അദ്ദേഹത്തിന് എല്ലാ കാലത്തും വിയോജിപ്പാണ് ഉണ്ടായിരുന്നത്. തമിഴ്നാട് ബി.ജെ.പി നേതാക്കളുടെ ദ്രാവിഡ ചായ്വിനെ ചോദ്യം ചെയ്തു. തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഹിന്ദുത്വ ബിംബങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. മുരുകനെ ഹിന്ദുത്വ ബിംബമാക്കാനുള്ള വെട്രിവേൽ യാത്രയുടെ തുടർച്ചകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി എൻ മണ്ണ് എൻ മക്കൾ പദയാത്രയും അദ്ദേഹം നടത്തുകയുണ്ടായി. അണ്ണാദുരൈ, ജയലളിത എന്നിവർക്കെതിരെയും കടുത്ത പരാമർശങ്ങൾ നടത്തി. ജയലളിതയെ ഹിന്ദുത്വ നേതാവെന്ന് വിളിച്ചു. രാമക്ഷേത്രത്തെ പിന്തുണച്ചത് ഓർമ്മിപ്പിച്ചു. CN അണ്ണാദുരൈ ഹിന്ദുമതത്തെ അപമാനിച്ച നേതാവെന്ന് ആക്ഷേപിച്ചു. പളനിസ്വാമി പാർട്ടിയുടെ തലപ്പത്തെത്തിയത് ലേലത്തിലൂടെയെന്നും അദ്ദേഹം പരിഹസിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ ഒപ്പം വിശകലനത്തിനായി മുഹമ്മദ് അൽത്താഫാണ് ചേരുന്നത്. അൽത്താഫ്, ഇത് അണ്ണാമലൈ ബി.ജെ.പി വിടുന്നു എന്നാണ്, ബി.ജെ.പി വിട്ടു, അദ്ദേഹം രാജിക്കത്ത് കൈമാറി എന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ ഒരുപാടങ്ങ് മനസ്സ് തുറക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പക്ഷെ നമുക്കിത് പുറമേ നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അണ്ണാമലൈ ബി.ജെ.പി വിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ മഹേഷിൻ്റെ പ്രതികാരം പൊളിഞ്ഞു എന്ന പോലെ നമുക്ക് തോന്നുമല്ലോ. കാരണം അദ്ദേഹം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി തൻ്റെ ഈ ഷോർട്ട് ടേം രാഷ്ട്രീയ കാലയളവിൽ മുന്നോട്ട് വെച്ചിരുന്നുവല്ലോ. ചെരിപ്പിടാത്ത കാര്യങ്ങളൊക്കെ അൽത്താഫിന് എന്തായാലും ഓർമ്മയുണ്ടാവും. ഇപ്പം ഞാനങ്ങനെ പറഞ്ഞത് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ടാണെങ്കിൽ മഹേഷ് നമ്മളുടെ ഇടുക്കിക്കാരനായ മിടുക്കനായിരുന്നു. അദ്ദേഹം മഞ്ചാടിയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് അച്ചടിച്ച് വന്നതോടുകൂടി അത്യാവശ്യം നിലയും വിലയിലേക്കും ഒരു ചെറുപ്പക്കാരൻ എത്തുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ചെരുപ്പിടുന്ന പ്രതികാരത്തിലേക്ക് വരുന്നത്, ഒരു ലൂഡാറിൻ്റെ. അതുപോലെ തന്നെയായിരുന്നു ഏറെക്കുറെ അണ്ണാമലയുടെ ഒരു വളർച്ചയും പിന്നീടുള്ള മുന്നോട്ട് പോക്കും എന്നൊക്കെ നമുക്ക് തോന്നുകയാണ്. കാരണം അദ്ദേഹവും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം പഠിക്കുകയൊക്കെ ചെയ്തത്. നമ്മളിപ്പോൾ ഡേറ്റകൾ പരിശോധിച്ച പോലെ അദ്ദേഹം IPS ആയി ചുമതലയേൽക്കുന്നു. കർണാടകയിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അത്രയധികം
നല്ല, അതായത് കരുത്തുറ്റ നിലപാടുകളിലൂടെ അദ്ദേഹം ആളുകൾക്കൊക്കെ ഭയങ്കര പ്രിയങ്കരനായി മാറുകയും നവമാധ്യമങ്ങളിലൊക്കെ സിംഗം അണ്ണാമലൈ എന്ന രീതിയിൽ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്ത ഒരു നേതാവ് തന്നെ, ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അതിനുശേഷമാണ് അണ്ണാമലൈ ആ ജോലി രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. അത് ഒരു ഇത്ര വലിയ, അതായത് ഒരു IPS നേടുക, അതിനുശേഷം പോലീസിൽ ജോലി ചെയ്യുക എന്നൊക്കെ ഒരു ആളെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പക്ഷേ അത്രയധികം വലിയ കാലത്തെ പ്രയത്നത്തിൻ്റെയൊക്കെ ഭാഗമായി നേടുന്നതാണല്ലോ. അപ്പോൾ അത് ഒഴിവാക്കി ഒരു മനുഷ്യൻ മറ്റൊരു കരിയർ തിരഞ്ഞെടുക്കണമെങ്കിൽ അയാളുടെ ഒരു വിഷനും തീർച്ചയായും അയാളുടെ സ്വപ്നങ്ങളിലുമൊക്കെ എവിടെയോ ഈ ഏടുകൾ കൂടി കിടന്നിരിക്കണം എന്ന് തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചൂസ് ചെയ്തത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അതിനർത്ഥം അദ്ദേഹത്തിന് ഒരു ജനതയെ നയിക്കാനുള്ള താല്പര്യമുണ്ട്, ഏതെങ്കിലും ഒരു ജനതയുടെ ഭാഗമായി നിൽക്കാനായിരുന്നില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയമാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അതിൽ ഒരു മാറ്റം വന്നത് ഇപ്പോൾ വിജയ് വന്നതോടുകൂടിയാണ്. ഇത് വിജയ് അതിലേക്ക് പിന്നീട് വരേണ്ടി വരും. അപ്പോൾ അദ്ദേഹം നോക്കിയത് അന്ന് രാജ്യത്ത് മുഴുക്കെ അന്ന് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ രാജ്യത്ത് മുഴുക്കെ ഒരു BJPയുടെ ഒരു തേരോട്ടമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു കാര്യം തമിഴ്നാട്ടിൽ ഈ ഹിന്ദു ബിംബങ്ങളടക്കം വച്ചുകൊണ്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടി പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തമിഴ്നാട്ടിൽ അതിന് വേരോട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷെ നമുക്കറിയാമല്ലോ, ഈ കേരളവും തമിഴ്നാടുമൊക്കെ BJPയോട് പല കാലങ്ങളായി പലകുറി മുഖം തിരിച്ചിട്ടുള്ള ഒരു മണ്ണാണ്. കേരളത്തെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ ഒട്ടും വേരോട്ടം സത്യത്തിൽ BJPക്ക് ഇല്ല. കേരളത്തിൽ അതിനെ സംബന്ധിച്ച് ഇത്തവണ നിയമസഭയിൽ 3 സീറ്റുകൾ അവർ നേടിയെടുത്തിട്ടുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ച് തമിഴ്നാട് മണ്ണ് എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു കിട്ടാക്കനിയും അവർക്ക് അത്രയധികം വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കാത്തതുമായ ഒരു മണ്ണാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഈവൻ അവിടെ നിൽക്കുന്ന BJP പ്രവർത്തകർക്ക് പോലും ദ്രാവിഡ രാഷ്ട്രീയത്തോട് ഒരു ചായ്വ് ഉണ്ട് താനും. ആ ഒരു ഘട്ടത്തിലേക്കാണ് അണ്ണാമല വരുന്നത്. അണ്ണാമലയെ സംബന്ധിച്ച് അണ്ണാമലയെ കേൾക്കാൻ ഒരു ഓഡിയൻസ് എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ നിൽക്കുന്ന മണ്ണായിരുന്നു, അല്ലെങ്കിൽ അയാൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, അത് BJP എന്നുള്ളൊരു പ്ലാറ്റ്ഫോമായിരുന്നു. അതിലായിരുന്നു പല ആളുകൾക്കും വിയോജിപ്പുണ്ടായിരുന്നത്. അണ്ണാമലൈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഏത് രാഷ്ട്രീയം തിരഞ്ഞെടുത്തു? BJPയോട് ചേരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നെറ്റി ചുളിച്ചവരാണ് ഭൂരിഭാഗം പേരും. കാരണം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഈ ചടുലമായ നീക്കവും അല്ലാതെയുള്ള അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം, ഇക്കാര്യങ്ങളൊക്കെ കണ്ട് അദ്ദേഹത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു ഓഡിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അത് നിലനിർത്താൻ. പക്ഷേ അപ്പോഴും തമിഴ്നാടിനെ സംബന്ധിച്ച്, അവരുടെ ഒരു രാഷ്ട്രീയ ബോധ്യത്തെ സംബന്ധിച്ച് അവർക്ക് അണ്ണാമലൈ നിൽക്കുന്ന പ്ലാറ്റ്ഫോം, ഒരു രാഷ്ട്രീയ പാർട്ടി, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംവിധാനത്തെ അദ്ദേഹം പലകുറി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ പറയുന്നത് പോലെ BJPയെ ഇവിടെ അധികാരത്തിലെത്തിച്ചേ ഇനി ഞാൻ ചെരുപ്പിടുള്ളൂ എന്ന് പറയുന്നു. ചാട്ടവാറടി പോലെയുള്ള കാര്യങ്ങൾ, DMK സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെതിരെ പ്രതിഷേധിക്കാനുമായി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ DMKക്കെതിരെ വലിയ വികാരം സത്യത്തിൽ അണ്ണാമലൈ അടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് BJPക്ക് ഉയർത്തിവിടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഗുണം കിട്ടിയിരിക്കുന്നത് സത്യത്തിൽ വിജയുടെ TVKക്കാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ ഈ ദ്രാവിഡ രാഷ്ട്രീയമല്ലാതെ മറ്റൊരു ബദൽ ഈ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിനാണ് കഴിഞ്ഞിരുന്നത്. വിജയും അണ്ണാമലയുമായി താരതമ്യം ചെയ്യാനേ പറ്റില്ല. ഇവർ രണ്ടുപേരുടെയും ജനപ്രീതിയും ജനസ്വീകാര്യതയും ആനയാടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു ശബ്ദം എന്ന നിലയ്ക്ക് അണ്ണാമലൈ അവിടുത്തെ ഭരണകക്ഷിക്കെതിരെ എല്ലാ ഘട്ടത്തിലും ആഞ്ഞാഞ്ഞടിച്ചിരുന്നു. അതിൻ്റെ ഒരു ഗുണം TVKക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അണ്ണാമലയ്ക്ക് നിലവിൽ BJP വിടാനുള്ള ഒരു പ്രചോദനമോ പ്രേരണയോ ഉണ്ടായിരിക്കുന്നത് വിജയ് ഈ തരത്തിൽ ഒരു പാർട്ടിയെ ബിൽഡ് ചെയ്തു കൊണ്ടുവന്ന് അവരെ നിർത്തി ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തമിഴ്നാടിൻ്റെ ഭരണം കൈയാളുന്നത് കാണുമ്പോഴായിരിക്കും. ഒരുപക്ഷെ താനും ഇതേ രീതി തന്നെയാണല്ലോ സ്വപ്നം കണ്ടിരുന്നത്, പക്ഷേ തനിക്ക് ലക്ഷ്യമുണ്ടായിട്ടും മാർഗം തെറ്റിപ്പോയി എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ തായ ഒരു മോട്ടീവും വഴികളുമായിരുന്നു. കാരണം DMK കടന്നാക്രമിച്ച് തന്നെയായിരുന്നു വിജയും അവരുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നത്, തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നയിച്ചിരുന്നത്. അതേപോലെ തന്നെയായിരുന്നു ഈ പറയുന്നത് അണ്ണാമലൈ അയാളുടെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയതിനു ശേഷമുള്ള പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇവർക്കിടയിൽ ഒരു സാമ്യമുണ്ട്. നിലവിൽ ഒരാൾ ലക്ഷ്യം കണ്ടു, അപ്പോൾ ഒരാൾ അവിടെ പാർട്ടിയിലും അപ്രസക്തനായതുപോലെ പരാജയപ്പെട്ട പോലെയൊക്കെ നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് നിലവിൽ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായിട്ടും ഒരാൾ മാത്രം ലക്ഷ്യം കണ്ടതുകൊണ്ട് ഇനിയും ഇതിനുള്ളൊരു പോസിബിലിറ്റി, ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ
കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള ഒരു ബോധ്യത്തിലാവാം അണ്ണാമലൈ ഒരു പക്ഷേ BJP വിടാൻ തയ്യാറാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഒരു പുതിയ പാർട്ടിയുമായി വന്നേക്കാം. ആ പാർട്ടിയുമായി വന്നതിന് ശേഷം അതിൽ അദ്ദേഹം വിജയം കാണുകയാണെങ്കിൽ ഒരുപക്ഷെ അത് അവിടെ ഇരിക്കുന്ന ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള മറ്റു മുഖ്യധാര പാർട്ടികളുമായി ലയിക്കാനുള്ള സാധ്യത പോലും ഉണ്ട് എന്നും എനിക്ക് തോന്നുന്നു. അൽത്താഫിനെന്ത് തോന്നുന്നു? ശ്യാമിലി ഈ പറഞ്ഞതുപോലെ തന്നെ ശ്യാമിലി പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ വിജയെ പോലെ തന്നെ അല്ലെങ്കിൽ വിജയെ കണ്ടുകൊണ്ട് വിജയ് നേടിയിട്ടുള്ള ആ ഒരു സക്സസ് കണ്ടുകൊണ്ട് ആയിരിക്കാം അണ്ണാമലൈ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ അണ്ണാമലൈ BJPയിലേക്ക് എത്തുന്നത് 2019 IPS നിന്ന് വിരമിച്ച ശേഷം 2020 അണ്ണാമലൈ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. അത് BJPയിലൂടെ ആയിരുന്നു. അങ്ങനെ രാഷ്ട്രീയ പ്രവേശനം നടത്തി ഉടനെ തന്നെ, അതായത് 2021 തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം 2019 വരെ IPS ആയിരുന്ന കാലത്ത് അയാൾക്കുണ്ടായിരുന്ന ക്രൗഡ് പുള്ളിങ്ങും അതേപോലെ തന്നെ ആളുകൾക്കിടയിൽ അയാൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യതയായിരുന്നു. നേരത്തെ നമ്മൾ ഡാറ്റയിലൊക്കെ കാണിച്ചതുപോലെ തന്നെ സിംഗം അണ്ണാമലൈ എന്നൊക്കെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഓഡിയൻസ് ഉള്ള ഒരു നേതാവായിരുന്നു അണ്ണാമലൈ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓഡിയൻസിന് അല്ലെങ്കിൽ ആ ഒരു സ്വീകാര്യതയെ BJPക്ക് തമിഴ്നാട്ടിൽ അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് അണ്ണാമലയെ അന്ന് 2020 BJPയിലേക്ക് സ്വീകരിക്കുന്നതും അതിനുശേഷം തൊട്ടുടനെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു എൻട്രി BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ദേശീയ നേതൃത്വം കൊടുക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ കാലങ്ങളായിട്ട് കേരളവും തമിഴ്നാടും കാലങ്ങളായിട്ട് BJPയുടെ ഒരു ആഗ്രഹമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ ചുവടുറപ്പിക്കണമെന്ന് BJP കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന രണ്ട് മണ്ണുകളാണ്. അപ്പം കേരളത്തെക്കാൾ, നേരത്തെ ശ്യാമിലി പറഞ്ഞതുപോലെ തന്നെ കേരളത്തെക്കാൾ ഒരു പടി കൂടി കടന്ന് BJPയെ അകറ്റി നിർത്തിയിട്ടുള്ള ഒരു ജനതയാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പം എങ്ങനെയെങ്കിലും ഈ അണ്ണാമലയുടെ ഒരു സ്വീകാര്യത കൊണ്ട് എങ്ങനെയെങ്കിലും തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമായിരുന്നു BJP നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഏറെക്കുറെ വിജയം കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. കാരണം 2024 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റൊന്നും നേടാനായിട്ടില്ലെങ്കിലും BJPയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 11% വരെയൊക്കെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകാര്യത കൊണ്ടും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായിട്ടുള്ള ഇടപഴകൽ കൊണ്ടും ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വന്തം വഴിവെട്ടി അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു നേതാവായിരുന്നു അണ്ണാമലൈ. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് 2023 ശേഷം, അല്ലെങ്കിൽ 2022 2023 ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ സംസ്ഥാന BJP അല്ലെങ്കിൽ തമിഴ്നാട് BJP എപ്പോഴും ദ്രാവിഡ പാർട്ടികളുമായിട്ട് ചേർന്ന് നിൽക്കാൻ, അല്ലെങ്കിൽ ദ്രാവിഡ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളും ദ്രാവിഡരാണ്, അല്ലെങ്കിൽ ഞങ്ങളും ദ്രാവിഡ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ള ഒരു അങ്ങനെ നിന്നുകൊണ്ട് തമിഴ്നാട്ടിൽ പ്രവർത്തിക്കാനാണ് സംസ്ഥാന BJP എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ അണ്ണാമലൈ അതിന് വിരുദ്ധമായിട്ട് ദ്രാവിഡ പാർട്ടികളെ മുഴുവൻ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ ദ്രാവിഡ പാർട്ടികളെ മൊത്തം മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റേതായിട്ടുള്ളൊരു വഴിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ഓപ്ഷനാണ് അണ്ണാമലൈ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2026 ഇലക്ഷനിൽ AIDMKയെ കൂടെ ചേർക്കേണ്ടതില്ല, നമുക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാം എന്ന് പറയുകയും BJP സംഘടനാ തലത്തിൽ സംസ്ഥാനത്ത് അങ്ങനെ മുന്നോട്ട് വരണമെന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെക്കുകയും ചെയ്ത നേതാവാണ് അണ്ണാമലൈ. പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന ഘട്ടത്തിൽ AIDMKയെ മാറ്റി നിർത്താനോ AIDMKയോട് സഖ്യം പിരിയാനോ BJP ദേശീയ നേതൃത്വം തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് അണ്ണാമലയെ നേതൃസ്ഥാനത്ത് നിന്ന് മാറുന്നതും പുതിയ ഒരാൾ അവിടെ വരുന്നതും. അപ്പം ആ ഘട്ടത്തിലെല്ലാം BJPയുമായിട്ട് ചെറിയൊരു അകൽച്ച അണ്ണാമലയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിപ്പം ഏകദേശം കഴിഞ്ഞ 2-3 ദിവസത്തെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ അണ്ണാമലൈ രാജിവെക്കുന്നു എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, ഇന്നലെയാണ് അണ്ണാമലൈ ഡൽഹിയിലേക്ക് എത്തിയത്. ഡൽഹിയിൽ പോയി ദേശീയ നേതാക്കളെ കണ്ട് തൻ്റെ രാജി സന്നദ്ധത അറിയിക്കാനാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത്. ദേശീയ അധ്യക്ഷനെ കണ്ട് അദ്ദേഹം രാജ്യ സന്നദ്ധ അറിയിക്കുകയും രാജിക്കത്ത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു, കൂടിക്കാഴ്ച നടത്തി. 30 മിനിറ്റോളം നേരം അമിത്ഷായും അണ്ണാമലയും കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അവർ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്നോ അവർ തമ്മിൽ സംസാരിച്ചതെന്നോ അടക്കമുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അണ്ണാമലൈ നേരത്തെ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാന്യമായിട്ടുള്ള രീതിയിൽ തനിക്ക് 2019 മാത്രം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന തനിക്ക് ഇത്രയും വലിയ അവസരങ്ങൾ തന്ന ദേശീയ നേതൃത്വത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മാന്യമായിട്ടുള്ള രീതിയിൽ BJPയിൽ നിന്നും ഇറങ്ങുക,
ആ ഒരു ലക്ഷ്യത്തിലാണ് താൻ ഡൽഹിയിലേക്ക് എത്തിയത്. മാന്യമായിട്ട് നേതാക്കളുമായി സംസാരിച്ച് നേതാക്കളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇറങ്ങുക എന്നുള്ള ലക്ഷ്യമാണ് തനിക്കുണ്ടായിരുന്നത് എന്നാണ് അണ്ണാമലൈ പറയുന്നത്. അപ്പം ശ്യാമിലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അണ്ണാമലൈ മുന്നോട്ട് കാണുന്നതും BJP യിൽ നിന്ന് ഇറങ്ങിയ ശേഷം വിജയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു സക്സസ്, വിജയ് TVKയുമായി വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സക്സസ് BJP യിൽ നിന്ന് ഇറങ്ങിയ ശേഷം തനിക്കും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം അണ്ണാമലൈക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി അങ്ങോട്ട് എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അണ്ണാമലൈ ഒരു പാർട്ടിയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വന്നിട്ടില്ലെങ്കിലും വിജയ് എങ്ങനെയാണോ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ വിജയ് എങ്ങനെയാണോ ആളുകളെ ഒരുമിച്ച് കൂട്ടിയത് ആ രൂപത്തിൽ സന്നദ്ധ സംഘടനകളോ മറ്റോ ആയിട്ട് ഏതെങ്കിലും തരത്തിൽ യുവാക്കളെ ഒരുമിച്ച് കൂട്ടുകയും അവരെ ഒരു സംഘടിപ്പിച്ചുകൊണ്ട് അടുത്ത ഇലക്ഷനിലാകുമ്പോഴേക്കും 2031 ആകുമ്പോഴേക്കും തമിഴ്നാട്ടിൽ എങ്ങനെയെങ്കിലും ക്ലച്ച് പിടിക്കുക അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ എങ്ങനെയെങ്കിലും ഒരു വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ട് രാഷ്ട്രീയ കൂട്ടായ്മയായിട്ട് മാറുക എന്നുള്ളതായിരിക്കും അണ്ണാമലൈ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. ശ്യാമിലി. ശരി അൽത്താഫ്, വളരെ നന്ദി ഈ ഘട്ടത്തിൽ വിശകലനത്തിനായി ചേർന്നതിന്. മുൻ IPS ഉദ്യോഗസ്ഥൻ എന്ന ഖ്യാതിയും മൂർച്ചയേറിയ പ്രസംഗങ്ങളും അണ്ണാമലൈ എന്ന രാഷ്ട്രീയക്കാരന് വലിയ മുതൽക്കൂട്ടായിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും തമിഴ്നാട് പിടിക്കുക എന്ന BJPയുടെ ആഗ്രഹം നടപ്പാക്കാനായില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാര്യമായ നേട്ടം ഉണ്ടാക്കാനായില്ല എങ്കിലും BJPയുടെ വോട്ട് വിഹിതം ഉയർത്താൻ അണ്ണാമലൈക്ക് സാധിച്ചിരുന്നു. 2020 രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച തൊട്ടടുത്ത വർഷം തന്നെ BJP സംസ്ഥാന അധ്യക്ഷനായെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും അണ്ണാമലയും BJPയും തമ്മിൽ അകന്നു തുടങ്ങിയിരുന്നു. ആ അകൽച്ചയാണ് നിലവിൽ രാജിയിൽ അവസാനിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ അണ്ണാമലൈ പുലർത്തിയിരുന്ന ദ്രാവിഡ പാർട്ടികളോടും അവരുടെ ശൈലിയോടുമുള്ള കടുത്ത വിയോജിപ്പാണ് നിലവിൽ രാജിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്ന് ഏറെക്കുറെ വ്യക്തമാണ്. തന്റെ ആശയങ്ങളെ തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാൻ പുതിയ ഒരു പാർട്ടിയുമായി അണ്ണാമലൈ രംഗത്ത് വരുമെന്ന അഭ്യൂഹങ്ങളും ഇതോടെ ശക്തമാകുന്നുണ്ട്. എന്നാൽ അതിന് എത്രത്തോളം പിന്തുണ ലഭിക്കുമെന്നത് കണ്ടറിയേണ്ടതുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്ത് ഇക്കാലം അത്രയും ക്ലച്ച് പിടിക്കാനാകാത്ത BJPക്ക് തങ്ങളുടെ കരുത്തുറ്റ നേതാവിനെ കൂടി നഷ്ടപ്പെട്ടത് വലിയ ആഘാതമുണ്ടാക്കുമെന്നും തീർച്ചയാണ്. എന്തുതന്നെയായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നത് മുതൽ കലങ്ങി മറിയുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനിയും വമ്പൻ ട്വിസ്റ്റുകളും അനിശ്ചിതത്വവും തുടരുമെന്നത് ഇതിനോടകം ഉറപ്പായിട്ടുണ്ട്.